Hi everyone, welcome to Learn to Study. ഞാൻ റഫീഖ സിറ്റി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതും അതേപോലെ തന്നെ അത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോമിനൽ അക്കൗണ്ടാണ്. അതേപോലെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് സർപ്ലസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അതായത് ലോസ് ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫോർ എ പെർട്ടിക്കുലർ പീരിയഡ്. അതായത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് എയിം ചെയ്യാത്ത ഓർഗനൈസേഷൻസിനെയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ഹോസ്പിറ്റൽസ്, വെൽഫെയർ സൊസൈറ്റീസ്, ട്രസ്റ്റ് പോലുള്ള സ്ഥാപനങ്ങൾ. ഓക്കെ, അതായത് സ്പോർട്സ് ക്ലബ്ബ് അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ അവരാണ് അവരുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട്, പ്രോഫിറ്റ് എന്ന് നമ്മൾ പറയില്ല, അതിന് സർപ്ലസ് എന്നാണ് പറയുക. അതേപോലെ തന്നെ ലോസ് ഉണ്ടോ, അതായത് ഡെഫിസിറ്റ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണ് ഇവിടെ നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ, അതായത് പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മളവിടെ ക്യാപിറ്റൽ റെസിപ്റ്റും ക്യാപിറ്റൽ പേയ്മെൻറ്റും റവന്യൂ റെസിപ്റ്റും റവന്യൂ പേയ്മെൻറ്റും എല്ലാം എടുക്കും. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ റവന്യൂ റെസിപ്റ്റും അതുപോലെ തന്നെ റവന്യൂ പേയ്മെൻറ്റ്സും മാത്രമേ എടുക്കുള്ളൂ. അതായത് ക്യാപിറ്റൽ റെസിപ്റ്റും ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും എടുക്കില്ല. അതേപോലെ തന്നെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡിപ്രിസിയേഷനും ബാഡ് ഡെപ്റ്റും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, അതുപോലെ തന്നെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇതുപോലുള്ള ഐറ്റംസൊക്കെ നമ്മളിവിടെ ഉൾക്കൊള്ളിക്കണം. പക്ഷേ നമ്മൾ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഇതൊന്നും നമ്മൾ ഉൾക്കൊള്ളിക്കില്ല. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലൊരു അക്കൗണ്ട് വരക്കും. അപ്പോൾ അക്കൗണ്ട് വരക്കുമ്പോൾ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ, ഡെബിറ്റ് കോളത്തിൽ നമ്മൾ കാണിക്കുന്നത് എക്സ്പെൻഡിച്ചറും ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നത് ഇൻകമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഈ സൈഡിൽ നമ്മൾ എല്ലാ എക്സ്പെൻസസും കാണിക്കും, ഈ സൈഡിൽ നമ്മൾ എല്ലാ ഇൻകം കാണിക്കും, സെയിം തന്നെ. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് വരും, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ അതിൻ്റെ ഡെഫിസിറ്റ്, അതായത് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ്, അതായത് സർപ്ലസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതൊരു നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ട് പറയുമ്പോൾ അതിൽ എല്ലാ എക്സ്പെൻസും ഇൻകംസും അതുപോലെ തന്നെ എല്ലാ ലോസും ഗെയിൻസും ഒക്കെ, ഇൻകംസും ഗെയിൻസും ഒക്കെ വരും. ഓക്കെ, ദെൻ in this account only revenue expenses and revenue receipt of the period are recorded. അപ്പോൾ റവന്യൂ റെസിപ്റ്റും റവന്യൂ എക്സ്പെൻസും ആണ് നമ്മളൊരു പെർട്ടിക്കുലർ പീരിയഡിലെ, അതായത് ഏത് ഫിനാൻഷ്യൽ ഇയർ ആണോ തന്നിട്ടുള്ളത് ആ ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ എക്സ്പെൻസസും റവന്യൂ റെസിപ്റ്റും മാത്രമാണ് നമ്മൾ ഈ അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഓക്കെ, ഓൾ റവന്യൂ എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ദി കറൻറ്റ് ഇയർ വെദർ പെയ്ഡ് ഓർ നോട്ട് ആർ ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ്. അപ്പോൾ എല്ലാ എക്സ്പെൻസസും ആ ഇയറിൽ വന്നിട്ടുള്ള എല്ലാ എക്സ്പെൻസസും റവന്യൂ എക്സ്പെൻസസും നമ്മളെവിടെ കാണിക്കും? ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അതേപോലെ തന്നെ ഓൾ റവന്യൂ ഇൻകംസ് റിലേറ്റിംഗ് ടു ദി കറൻറ്റ് ഇയർ വെദർ പെയ്ഡ് ഓർ നോട്ട്, അപ്പോൾ വെദർ റിസീവ്ഡ് ഓർ നോട്ട്. അപ്പോൾ നമുക്ക് ഇൻകം, ആ വർഷം ഇൻകം നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, അത് കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടിയാലും നമ്മളത് എവിടെ കാണിക്കണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ സൈഡിൽ, അതായത് ഇൻകം സൈഡിൽ കാണിക്കണം, ദാറ്റ് ഈസ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് ആണ്, അതായത് ആ രണ്ട് സൈഡ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? സർപ്ലസ് അല്ലെങ്കിൽ നമുക്ക് ഡെഫിസിറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പം എക്സ്പെൻഡിച്ചർ സൈഡ്, അതായത് ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ വരിക? എക്സ്പെൻസ് ആണ്. ഇനി ഇൻകം സൈഡ്, അതായത് ക്രെഡിറ്റ് സൈഡ് കൂടുതലും എക്സ്പെൻസ് സൈഡ് കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇൻകമാണ് ലഭിക്കുന്നത്, ദാറ്റ് ഈസ് സർപ്ലസ് ആണ് ലഭിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇഫ് ദി ടോട്ടൽ ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ദി ടോട്ടൽ ഡെബിറ്റ് സൈഡ്. അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് ആണ് എന്ത്? സർപ്ലസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇഫ് ദി ടോട്ടൽ ഡെബിറ്റ് സൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ടോട്ടൽ ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിനേക്കാൾ ഡെബിറ്റ് സൈഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസിനെ നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയും. ഓക്കെ,
ദസ് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മളൊരു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് എന്താ പറയുന്നത്, ദാറ്റ് ഈസ് സിംപ്ലി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, ആ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസേർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോഫിറ്റിന് നമ്മൾ സർപ്ലസും ലോസിന് ഡെഫിസിറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്നത് എല്ലാ റവന്യൂ എക്സ്പെൻസസും ആൻഡ് എല്ലാ റവന്യൂ ഇൻകംസും ആണ് എടുക്കുന്നത്. അപ്പോൾ ഡിപ്രിസിയേഷനും ബാഡ് അപ്റ്റും പ്രീപെയ്ഡ് എക്സ്പെൻസും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പ്രീപെയ്ഡ് ഇൻകം അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. ദെൻ കറൻറ്റ് ഇയർ മാത്രമാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊഫോമ ഞാൻ തന്നിട്ടുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് അറിഞ്ഞിട്ടില്ലെങ്കിലും ആ പ്രൊഫോമ വരച്ചിട്ട് അതിൽ എന്തൊക്കെ ഐറ്റംസ് അവിടെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ എമൗണ്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. രണ്ട്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നിട്ടുണ്ടാകും, അതുപോലെ തന്നെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഇറ്റ് റെക്കോർഡ്സ് ഓൾ ലോസസ് ആൻഡ് എക്സ്പെൻസസ് ഓൺ ദി ഡെബിറ്റ് സൈഡ്. എല്ലാ ലോസും എക്സ്പെൻസും ഡെബിറ്റ് സൈഡിലും എല്ലാ ഇൻകംസും ഗെയിൻസും ക്രെഡിറ്റ് സൈഡിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി റവന്യൂ റെസിപ്റ്റ് ആൻഡ് റവന്യൂ പേയ്മെൻറ്റ്. ഇതിൽ റവന്യൂ റെസിപ്റ്റും റവന്യൂ പേയ്മെൻറ്റും മാത്രമാണ് വരുന്നത്. ക്യാപിറ്റൽ ഐറ്റംസ് നമ്മൾ ഇഗ്നോർ ചെയ്യും. അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫർണിച്ചർ ഇതൊക്കെ എടുത്ത് എഴുതും. പക്ഷേ ഇവിടെ അതൊന്നും നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ടേക്സ് എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ഓഫ് കറൻറ്റ് ഇയർ ഓൺലി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കറൻറ്റ് ഇയറിലുള്ളത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കറൻറ്റ് ഇയറിൽ വരുന്ന എക്സ്പെൻസ് ഇൻകംസ് മാത്രമേ നമ്മളിതിൽ കാണിക്കുള്ളൂ. ആൻഡ് ദീസ് മസ്റ്റ് ബി ടേക്കൺ ഇൻ ഫുൾ. അത് നമ്മൾ ഫുള്ളായിട്ട് കാണിക്കുക. അതായത് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. പ്രീവിയസ് ഇയറിലുള്ളതും നെക്സ്റ്റ് ഇയറിലേക്കുള്ളതൊക്കെ നമ്മളൊന്ന് മൈനസ് ചെയ്ത് കളയാൻ വേണം. കറൻറ്റ് ഇയറിലുള്ളത് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ദിസ് മീൻസ് ദാറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം ആൻഡ് അൺഏൺഡ് ഇൻകംസ് എക്സെട്ര. ഓക്കെ, ദ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് നോൺ ക്യാഷ് ഐറ്റംസ്. അപ്പോൾ ഇവിടെ നോൺ ക്യാഷ് ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നോൺ ക്യാഷ് ഐറ്റംസ് ഏതൊക്കെയാണ്, ബാഡ് ഡെപ്റ്റ്, ഡിപ്രിസിയേഷൻ പോലുള്ള നോൺ ക്യാഷ് ഐറ്റംസും ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാഷോ അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാങ്കോ അല്ലെങ്കിൽ ക്ലോസിംഗ് ക്യാഷോ ക്ലോസിംഗ് ബാങ്കോ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. ദി ക്ലോസിംഗ് ബാലൻസ് റെപ്രസെൻറ്റ് എയ്തർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് കിട്ടുമ്പോൾ അത് ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. ഇൻകം സൈഡ് കൂടുതലാണെങ്കിൽ സർപ്ലസും എക്സ്പെൻസ് സൈഡ് കൂടുതലാണെങ്കിൽ ഡെഫിസിറ്റും ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം. ഈ ഫോർമാറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പെൻഡിച്ചർ സൈഡിൽ വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻകം സൈഡിൽ വരുന്നത് നോക്കി നോക്കൂ. എക്സ്പെൻഡിച്ചർ സൈഡിൽ ഒരു വിധത്തിലുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സാലറി, റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, റിപ്പയേഴ്സ്, പോസ്റ്റേജ്, ഓഡിറ്റ് ഫീ, ഹോണറേറിയം, അപ്കീപ്പ് ഓഫ് ലോൺസ്. ദെൻ ഈ സർപ്ലസ് എന്ന് പറയുന്നത് ബാലൻസിങ് ഫിഗറാണ്. അതായത് ഇൻകം കൂടുമ്പോൾ നമുക്ക് എന്ത് വരും, സർപ്ലസ് വരും. ദെൻ ഇൻകം സൈഡിൽ എന്തൊക്കെയാണ് വരുന്നത്, സബ്സ്ക്രിപ്ഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ജനറൽ ഡൊണേഷൻ, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, ഗവൺമെൻറ് ഗ്രാൻഡ്, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ. ദെൻ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഈ എക്സ്പെൻഡിച്ചർ സൈഡ് കൂടുതലും ഇൻകം സൈഡ് കുറവാണെങ്കിൽ വരുന്ന ബാലൻസ് ഫിഗറാണ് ഡെഫിസിറ്റ്. അപ്പോൾ ഈ ഫോർമാറ്റ് എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൽ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ദറ്റ് ഈസ് ഫോളോയിങ് ആർ ദി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആൻഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓഫ് മാംഗ്ലൂർ സ്പോർട്സ് ക്ലബ്ബ് മാംഗ്ലൂർ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എസ് എ ചോദിക്കുന്ന പ്രോബ്ലമാണ്. എസ് എ ടൈപ്പ് പ്രോബ്ലമാണ് ഞാൻ ഈ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മാംഗ്ലൂരിലുള്ള ഒരു മാംഗ്ലൂർ സ്പോർട്സ് ക്ലബിൻ്റെ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്, ബാലൻസ് ഷീറ്റും. അപ്പോൾ ബാലൻസ് ഷീറ്റ് പറയുന്നുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് 1800, ക്യാപിറ്റൽ ഫണ്ട് 61,350, ക്യാഷ് ബാലൻസ് 8,550, ബാങ്ക് ബാലൻസ് 10,000, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ 800, സ്പോർട്സ് മെറ്റീരിയൽ 35,000, ഫർണിച്ചർ 8,800. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1/1/2024 നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇയർ എൻഡിങ്ങിൽ
കാണാനാണ്. അപ്പോൾ ഇത് ഓപ്പണിംഗ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് എന്താ പറയുക ക്യാഷ് ബാലൻസും അതുപോലെ തന്നെ ക്ലോസിങ് ക്യാഷ് ബാലൻസും ഒക്കെ തന്നിട്ടുണ്ടാവും, ക്ലോസിങ് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ക്ലോസിങ് ക്യാഷ് ബാലൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസിങ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ പ്രോബ്ലം ചെയ്യാനുണ്ടാവും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. നോക്കി നോക്കൂ, ക്യാഷ് ബാലൻസ് 8500, ബാങ്ക് ബാലൻസ് 10,000, അഡ്മിഷൻ ഫീ 5450, ഡൊണേഷൻ 13,500, സബ്സ്ക്രിപ്ഷൻ 23,000, ഇൻട്രസ്റ്റ് 530, സ്പോർട്സ് ഫീ 1200, ദെൻ റെൻ്റ് ആൻഡ് ടാക്സസ്. അപ്പോൾ റെസിപ്റ്റൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്, പേയ്മെൻറ്റ്. അപ്പോൾ നമുക്ക് റെസിപ്റ്റ് ഏതാ പേയ്മെൻറ്റ് ഏതാന്ന് കണ്ടെത്തേണ്ട ആവശ്യമില്ല. റെൻ്റ് ആൻഡ് ടാക്സസ്, സാലറി, ലീഗൽ ചാർജ്, ജനറൽ എക്സ്പെൻസസ്, സ്പോർട്സ് മെറ്റീരിയൽ, ഓഫീസ് എക്സ്പെൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ്. അപ്പോൾ ഇങ്ങനെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എന്തൊക്കെ എടുക്കൂല, റിയൽ ആയിട്ടുള്ള റവന്യൂ റെസിപ്റ്റും റവന്യൂ എക്സ്പെൻസ് മാത്രമേ എടുക്കുള്ളൂ. ക്യാപിറ്റൽ റെസിപ്റ്റോ ക്യാപിറ്റൽ എക്സ്പെൻസോ എടുക്കില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ എക്സ്പെൻസ് ആണ്, അത് എടുക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഓപ്പണിംഗ് ക്യാഷ് ബാലൻസോ ക്ലോസിംഗ് ക്യാഷ് ബാലൻസോ ഒന്നും എടുക്കില്ല. അപ്പോൾ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. ബാങ്ക് ബാലൻസ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒന്നും എടുക്കണ്ട. ഇനി ഇതിൽ വേറെ എന്തെങ്കിലും നമുക്ക് എടുക്കേണ്ടാത്തതായിട്ടുള്ള ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ പറയുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷന് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള റെൻറ്റ് ഡ്യൂ 900, അതുപോലെ തന്നെ ലീഗൽ ചാർജസ് ഔട്ട്സ്റ്റാൻഡിങ് 150. അപ്പോൾ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, ലീഗൽ ചാർജസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. നെക്സ്റ്റ് റൈറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്യാൻ തന്നിട്ടുണ്ട്. 600 ഓൺ ഫർണിച്ചറും 4000 ഓൺ സ്പോർട്സ് മെറ്റീരിയലും. ദെൻ നെക്സ്റ്റ് ഡൊണേഷൻ ആർ ടു ബി ക്യാപിറ്റലൈസ്ഡ്. നമ്മളോട് പറഞ്ഞിട്ടുള്ള ഡൊണേഷൻ എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ അത് ക്യാപിറ്റൽ ഇൻകം ആയിട്ട് മാറി അല്ലേ, ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ഡൊണേഷന് നമ്മൾ എന്തെടുക്കണ്ട, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡൊണേഷൻ കൊടുക്കണ്ട. അപ്പോൾ ബാക്കി വരുന്ന ഐറ്റംസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം അല്ലേ. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ സൈഡിൽ എന്താണ് വരിക, എക്സ്പെൻസ്, അതായത് എക്സ്പെൻഡിച്ചറും ഇവിടെ ഇൻകമാണ് വരിക. അപ്പോൾ റെസിപ്റ്റും ഉണ്ട് പേയ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എക്സ്പെൻഡിച്ചർ സൈഡ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആയിട്ട് നോക്കി നോക്കൂ, റെൻ്റ് ആൻഡ് ടാക്സസ് 8,900 അല്ലേ. അപ്പോൾ റെൻറ്റ് ടാക്സ് 8,900 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് റെൻറ്റ് ആൻഡ് ടാക്സസ് എത്രയാണ്, 8,900 ആണ്. അപ്പോൾ റെൻറ്റിന് എന്ത് വരുന്നുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ ബാലൻസ് ഷീറ്റിൽ അപ്പോൾ നിങ്ങളിവിടെ ഈ പെർട്ടിക്കുലർ ഐറ്റത്തിന് ഇപ്പോൾ റെൻറ്റിന് എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ നോക്കണം, എവിടെയൊക്കെയാണ് റെൻറ്റ് വന്നിട്ടുള്ളത് നോക്കണം. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് തന്നിട്ടുണ്ട് 1800. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ റെൻ്റ് ആൻഡ് ടാക്സസ് വന്നിട്ടുണ്ട്, ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് കറൻറ്റ് ഇയറിൻ്റെയാണ്. അപ്പോൾ കറൻറ്റ് ഇയറിലുള്ളത് മാത്രമേ നമ്മൾ എന്തിൽ കാണിക്കുള്ളൂ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുള്ളൂ. അപ്പോൾ നോക്കി നോക്കൂ, ഇവിടെ റെൻറ്റ് ആൻഡ് ടാക്സസ് നമുക്ക് എത്ര വന്നിട്ടുള്ളത്, റെൻ്റ് ആൻഡ് ടാക്സസ് 8,900 അല്ലേ. അപ്പോൾ നമ്മൾ 8,900 എഴുതുക. എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് ഡ്യൂ എത്ര വന്നിട്ടുള്ളത്, 900 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എത്ര, 900 ആഡ് ചെയ്യുക. അപ്പോൾ 900 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9,800 കിട്ടും അല്ലേ. ദെൻ ഈ 9,800 നമുക്കിവിടെ വേറൊരു റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് 1800. അപ്പോൾ അത് പ്രീവിയസ് ഇയറിലുള്ള ഓപ്പണിംഗ് ആണ്, അപ്പോൾ കഴിഞ്ഞ വർഷത്തെയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്ന് കുറക്കണം. അപ്പോൾ ലെസ് ഔട്ട്സ്റ്റാൻഡിങ് 1800 കുറക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്, ദാറ്റ് ഈസ് 8,000. അപ്പോൾ ഈ 8,000 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ റെൻറ്റ് നമുക്ക് ഈ വർഷം വന്നിട്ടുള്ള റെൻ്റ് ആൻഡ് ടാക്സസ് എന്ന് പറയുന്നത് 8,900 ആണ്. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് റെൻറ്റ് ഡ്യൂ 900. അപ്പോൾ ഈ 8,900ൻ്റെ കൂടെ ഈ 900 ആഡ് ചെയ്യണം. പക്ഷെ നമുക്ക് പ്രീവിയസ്, അതായത് ഓപ്പണിംഗ് ആയിട്ട് നമുക്കൊരു റെൻറ്റ് വരുന്നുണ്ട്, 1
1/1/2024 നമ്മൾ ചെയ്യുന്നത് 31st അപ്പോൾ 1/1/2024 നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് 31 ഡിസംബറാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പ്രീവിയസ് ഇയറിൽ വരുന്നതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് 1800 റെഡ്യൂസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് കാണിക്കുക. അപ്പോൾ നോക്കി നോക്കുക അതെങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ റെസിപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം അക്കൗണ്ട് വരക്കുക. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി റെൻറ്റ് 31 ഡിസംബർ 2024 എന്ന് ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വരക്കുക. ഇവിടെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ കാണിക്കുന്നത്, ഇവിടെയാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? ഇൻകം കാണിക്കണം. ഈ പെർട്ടിക്കുലേഴ്സിന് പകരം എക്സ്പെൻഡിച്ചർ എന്നാണ് ഇവിടെ എഴുതേണ്ടത്, ഇവിടെ ഇൻകം എന്ന് എഴുതുക. അപ്പോൾ ഫസ്റ്റ് ഐറ്റം സാലറി 10,500. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഐറ്റം സാലറി വന്നിട്ടില്ല. നമുക്ക് ഫസ്റ്റ് ഐറ്റം റെൻ്റ് ആൻഡ് ടാക്സസ് ആണ്. അപ്പോൾ നമുക്ക് റെൻ്റ് ആൻഡ് ടാക്സസ് എടുക്കാം. റെൻ്റ് ആൻഡ് ടാക്സസ് 8,900. അപ്പോൾ റെൻ്റ് ആൻഡ് ടാക്സസ് 8,900, ഔട്ട്സ്റ്റാൻഡിങ് 900 വന്നു. അപ്പോൾ 9,800 അതിന് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി ബിഗിനിങ്ങിൽ വന്നിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് കുറക്കുക 1,800. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 8,000 കിട്ടും. ദെൻ രണ്ടാമത്തെ പേയ്മെൻറ്റ് എന്താണ്? സാലറിക്ക് വേറെ അഡ്ജസ്റ്റ്മെൻറ്റും തന്നിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സാലറി കാണിക്കുക. ദാറ്റ് ഈസ് സാലറി 10,500. ദെൻ നെക്സ്റ്റ് ഐറ്റം നോക്കി നോക്കൂ. നെക്സ്റ്റ് ഐറ്റം വരുന്നത് ലീഗൽ ചാർജസ് 850. ലീഗൽ ചാർജസിന് നമുക്ക് എന്ത് വരുന്നുണ്ട്? ഔട്ട്സ്റ്റാൻഡിങ് വരുന്നുണ്ട്. അപ്പോൾ ലീഗൽ ചാർജസ് 850 പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ് 150. ഇനി ഇവിടെ നമുക്ക് ലീഗൽ ചാർജസിനൊന്നും വേറെ ഇതൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഐറ്റം എഴുതുക. ദാറ്റ് ഈസ് ലീഗൽ ചാർജസ് 850 ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 150 ടോട്ടൽ 1000 ഔട്ടർ കോളത്തിലേക്ക് എടുത്തെഴുതുക. ദെൻ നെക്സ്റ്റ് ഐറ്റം നോക്കി നോക്കൂ. ജനറൽ എക്സ്പെൻസ് 1,750. അപ്പോൾ നമുക്ക് വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഐറ്റം ജനറൽ എക്സ്പെൻസ് 1,750 കാണിക്കുക. ദെൻ നെക്സ്റ്റ് ഐറ്റം നോക്കി നോക്കൂ. സ്പോർട്സ് മെറ്റീരിയൽ. അപ്പോൾ സ്പോർട്സ് മെറ്റീരിയൽ 6,000 ഉണ്ട്. അപ്പോൾ സ്പോർട്സ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇവിടെ എന്താണത്? ഇവിടെ അത് അസറ്റാണ് സ്പോർട്സ് മെറ്റീരിയൽ. അപ്പോൾ അത് നമ്മളെടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, നോക്കി നോക്കൂ. ഇവിടെ നമ്മൾ സ്പോർട്സ് മെറ്റീരിയൽ എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല, കാരണം അത് നമുക്ക് അസറ്റായിട്ടാണ് പറയുന്നത്. കാരണം സ്പോർട്സ് ക്ലബ്ബാണ്. ഇപ്പോൾ സ്പോർട്സ് ക്ലബ്ബ് ആയതുകൊണ്ട് തന്നെ അത് അസറ്റാണ്. ദെൻ നെക്സ്റ്റ് ഓഫീസ് എക്സ്പെൻസ് ആണ്. ഓഫീസ് എക്സ്പെൻസസ് 4,300. അപ്പോൾ ഓഫീസ് എക്സ്പെൻസിന് നമുക്ക് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ്ങോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എഴുതിയത് ഓഫീസ് എക്സ്പെൻസസ് 4,300. ദെൻ നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റാണ്, അത് എടുക്കേണ്ട. ക്യാഷ് ബാലൻസ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, ബാങ്ക് ബാലൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അത് റെസിപ്റ്റാണ്, അത് നമ്മൾ എടുക്കാൻ വരുന്നേ ഉള്ളൂ. റെൻറ്റ് ഡ്യൂ എടുത്തു, ചാർജസ് ഔട്ട്സ്റ്റാൻഡിങ് ലീഗൽ ചാർജ് എടുത്തു. ദെൻ നെക്സ്റ്റ് റൈറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ 600 ഓൺ ഫർണിച്ചർ ആൻഡ് 4,000 ഓൺ സ്പോർട്സ് മെറ്റീരിയൽ. അപ്പോൾ സ്പോർട്സ് മെറ്റീരിയൽ ഇവിടെ ഡിപ്രിസിയേഷൻ തന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇതിനെ അസറ്റായിട്ട് എടുത്തത്. സപ്പോസ് ഡിപ്രിസിയേഷൻ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ സ്പോർട്സ് മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത് നമുക്കൊരു എക്സ്പെൻസ് ആയിട്ട് എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്ത് എഴുതണം? ഡിപ്രിസിയേഷൻ എഴുതണം. ഓക്കെ, ഡിപ്രിസിയേഷൻ എഴുതുക. അപ്പോൾ നോക്കി നോക്കൂ. നെക്സ്റ്റ് ഡിപ്രിസിയേഷൻ എന്ന് എഴുതിയിട്ട് ഫർണിച്ചർ 600ഉം സ്പോർട്സ് മെറ്റീരിയൽ 4,000ഉം ടോട്ടൽ 4,600 ഔട്ടർ കോളത്തിലേക്ക് എടുത്തെഴുതുക. ഓക്കെ, ദെൻ അപ്പോൾ നമുക്കിവിടെ എക്സ്പെൻസ് സൈഡിലുള്ളത് ദാറ്റ് ഈസ് പേയ്മെൻറ്റ് സൈഡിലുള്ളത് കംപ്ലീറ്റ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് നമുക്ക് റെസിപ്റ്റ് സൈഡിലാണ്. റെസിപ്റ്റ് സൈഡിൽ ഒന്നാമത്തെ ഐറ്റം നമുക്ക് എഴുതണ്ട, കാരണം ഇവിടെ നമ്മളത് പരിഗണിക്കൂല. രണ്ടാമത്തെ ഐറ്റം നമുക്ക് വേണ്ട, പരിഗണിക്കൂല. ദെൻ നെക്സ്റ്റ് നോക്കി നോക്കൂ. അഡ്മിഷൻ ഫീ 5,450. നമ്മൾ എന്ത് ചെയ്യാണ്? റെസിപ്റ്റ് സൈഡിൽ എഴുതുകയാണ്. അഡ്മിഷൻ ഫീ 5,450. അതിന് വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരുന്നില്ല. അപ്പം നമുക്ക് അത് എഴുതാം. ദെൻ നെക്സ്റ്റ് ഡൊണേഷനാണ്. ഡൊണേഷൻ 13,500. ഡൊണേഷൻ നമ്മളോട് ഇവിടെ ക്യാപിറ്റലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ഡൊണേഷൻ ബാലൻസ് ഷീറ്റിൽ എടുത്താൽ മതി. ദെൻ നെക്സ്റ്റ് നോക്കി നോക്കൂ. സബ്സ്ക്രിപ്ഷൻ 23,000. പക്ഷേ സബ്സ്ക്രിപ്ഷന് നമുക്ക് എന്ത് വരുന്നുണ്ട്? ഇവിടെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് വരുന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ 800. ഓക്കെ, അപ്പോൾ 23,000 സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട്. 800 നമുക്ക് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ദെൻ വേറെ സബ്സ്ക്രിപ്ഷന് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഇവിടെ കറൻറ്റ് ഇയറിലും ഒരു 1,800 വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ എഴുതുക? ദാറ്റ് ഈസ് സബ്സ്ക്രിപ്ഷൻ 23,000 ആഡ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ്. അത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുള്ള
ഔട്ട്സ്റ്റാൻഡിങ് 1800 നമ്മൾ ആഡ് ചെയ്യണു. അപ്പോൾ 24,800 കിട്ടും. അതിൽ നിന്ന് ലെസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി ബിഗിനിങ്, ഇത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് അത് 800 നമ്മൾ കുറക്കണം. അത് പ്രീവിയസ് ഇയറിലുള്ളതാണ്, ബിഗിനിങ്ങിലുള്ളതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ 24,800 800 കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 24,000. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. ദെൻ നെക്സ്റ്റ് ഐറ്റം നോക്കി നോക്കൂ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് എത്രയാണ്? 530. അത് നമുക്ക് വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ എടുത്തു. അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ കാണിക്കുക 530. ദെൻ നെക്സ്റ്റ് ഐറ്റം നോക്കി നോക്കൂ, സ്പോർട്സ് ഫീ 1200, വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തത് അതുപോലെ എഴുതുക, അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല, അപ്പോൾ നമ്മളത് അതുപോലെ തന്നെ എടുത്തെഴുതുക. സ്പോർട്സ് ഫീ 1200. അപ്പോൾ ഇവിടെ ഒരുവിധം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളെല്ലാം എടുത്തു. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് എടുക്കേണ്ടത്. അതേപോലെ തന്നെ ബാക്കി ബാലൻസ് ഷീറ്റിൽ എടുക്കേണ്ട ഐറ്റംസൊക്കെ അവിടെ ഇട്ടിട്ട് ബാക്കിയൊക്കെ നമ്മളെടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് സൈഡ് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇവിടെ റെസിപ്റ്റ് സൈഡ് ഇത് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ പേയ്മെൻറ്റ് സൈഡും നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റെസിപ്റ്റ് സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് 5480 പ്ലസ് 24,000 പ്ലസ് 530 പ്ലസ് 1200 എത്ര കിട്ടും? ദാറ്റ് ഈസ് 31,180 കിട്ടും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ്പെൻഡിച്ചർ സൈഡ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ എക്സ്പെൻഡിച്ചർ സൈഡ് 10,500 പ്ലസ് 8,000 പ്ലസ് 1000 പ്ലസ് 1,750 പ്ലസ് 4,300 പ്ലസ് 4,600 ഇത്രയും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ബാലൻസ് കിട്ടണതാണ്. ഇത്രയും നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30,150 കിട്ടും. ഈ 31,180 നിന്ന് 30,150 കുറക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? 1,030 എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. അതിന് നമ്മൾ എന്താ പറയുക? ദാറ്റ് ഈസ് സർപ്ലസ്. ഓക്കെ, അപ്പോൾ ഇതാണ് സർപ്ലസ്. എക്സസ് ഓഫ് ഇൻകം ആണ് ഓവർ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇവിടെ ഇൻകം സൈഡ് കൂടുതലാണ് 31,180, എക്സ്പെൻഡിച്ചർ സൈഡ് കുറവാണ്. അപ്പോൾ ഇൻകം കൂടുതൽ എക്സ്പെൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് സർപ്ലസ് ആയിട്ട്, അതായത് പ്രോഫിറ്റായിട്ട് 1,030 ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എസ് ആയിട്ട് ചോദിക്കും, ഷോർട്ട് എസ് ആയിട്ടും ചോദിക്കും, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റും ഷോർട്ട് എസ് ആയിട്ട് ചോദിക്കും കേട്ടോ. അതേപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ്, ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്, അതേപോലെ തന്നെ എന്താണ് ഇതിൽ മറ്റ് തിയറി പാർട്ടൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ ഇനി എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? സാധാരണ നമ്മൾ എങ്ങനെയാണോ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അതേപോലെ. അപ്പോൾ ബാലൻസ് ഷീറ്റിന് നിങ്ങൾക്ക് ഇതിലൊരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, ആ ഫോർമാറ്റ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കുക, സാധാരണ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ലയബിലിറ്റി സൈഡും അക്കൗണ്ട് വരക്കും, ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും. ആദ്യത്തെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ ഫസ്റ്റ് ഐറ്റം കാണിക്കുന്നത് ക്യാപിറ്റലാണ്. അപ്പോൾ ഇവിടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ ക്യാപിറ്റലിനെ ക്യാപിറ്റൽ ഫണ്ട് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ഫണ്ട് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോക്കി നോക്കുക. ക്യാപിറ്റൽ ഫണ്ട് 61,350. ഔട്ട്സ്റ്റാൻഡ് റെൻറ്റ് നമ്മൾ എടുത്തു. ദെൻ ക്യാപിറ്റൽ ഫണ്ട് 61,350 നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ആദ്യത്തെ ഐറ്റം ക്യാപിറ്റൽ ഫണ്ട് 61,350. ഇനി നമ്മൾ ക്യാപിറ്റലിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? പ്രോഫിറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ സർപ്ലസ് ആഡ് ചെയ്യണം. സർപ്ലസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള 1,030, അത് ആഡ് ചെയ്തു. ദെൻ ഇവിടെ നമ്മളോട് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഡൊണേഷൻ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡൊണേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ സർപ്ലസ് ആഡ് ചെയ്യുക. ദെൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഡൊണേഷൻ ആഡ് ചെയ്യുക. അപ്പോൾ ഡൊണേഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 61,350 പ്ലസ് 1,030 പ്ലസ് 13,500 75,880 കിട്ടും. ദെൻ നെക്സ്റ്റ് ഇനി നമുക്ക് ഇവിടെ വേറെ ഐറ്റംസ് ഒന്നും തന്നിട്ടില്ല. അതായത് ഔട്ട്സ്റ്റാൻഡ് റെൻ്റാണ് ഓൾറെഡി നമ്മൾ എടുത്തു. പിന്നെ ലയബിലിറ്റിയിൽ ഐറ്റം തന്നിട്ടില്ല. പിന്നെ നമുക്ക് വരുന്നത് അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ രണ്ട് സൈഡിലും, അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിലും കാണിക്കണം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡ് സബ്സ്ക്രിപ്ഷൻ അതൊരു ഇൻകം ആയതുകൊണ്ട് ലയബിലിറ്റി സൈഡിലല്ല കാണിക്കേണ്ടത്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ എവിടെ കാണിക്കുക? പിന്നെ അസറ്റ് സൈഡിലാണ് കാണിക്കുക അല്ലേ. ദെൻ റെൻറ്റ് ഡ്യൂ, ഓക്കെ, എക്സ്പെൻസ് ആണ്. അപ്പോൾ ലയബിലിറ്റി ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ എവിടെ കാണിക്കണം? ഔട്ട്സ്റ്റാൻഡ് റെൻ്റായിട്ട് കാണിക്കണം, ഔട്ട്സ്റ്റാൻഡ് ലീഗൽ ചാർജ് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡ് റെൻറ്റ് 900, ഔട്ട്സ്റ്റാൻഡ് ലീഗൽ ചാർജസ് 150 കാണിക്കുക. ദെൻ നെക്സ്റ്റ് ഇനി നമുക്ക് അസറ്റ് സൈഡാണ് കാണേണ്ടത്. അപ്പോൾ അസറ്റ് സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് ആണ്? ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ് നമുക്ക് പുതിയ കിട്ടിയിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡ് സബ്സ്ക്രിപ്ഷൻ ഓൾറെഡി നമ്മൾ എടുത്തു. ദെൻ സ്പോർട്സ് മെറ്റീരിയൽ 35,000, ഫർണിച്ചർ അല്ലേ.
അപ്പോൾ അത് നോക്കി നോക്കൂ എന്തൊക്കെ ഐറ്റംസാണ് വരുന്നത്. അതായത് ഒന്നാമത്തെ ഐറ്റം എന്താ വരിക, ദാറ്റ് ഈസ് സ്പോർട്സ് മെറ്റീരിയൽ. സ്പോർട്സ് മെറ്റീരിയൽ എടുക്കാൻ കാരണം നമുക്ക് അവിടെ ഡിപ്രിസിയേഷൻ കൊടുക്കണം. അപ്പോൾ സ്പോർട്സ് മെറ്റീരിയൽ 35,000 നമ്മൾ എടുത്തു. ഡിപ്രിസിയേഷൻ കാണിക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ പർച്ചേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അസറ്റ് സൈഡിൽ നമുക്ക് ആദ്യം വരുന്ന ഐറ്റം ക്യാഷ് ബാലൻസ് ആണ്. അത് നമുക്ക് പുതിയ ക്യാഷ് ബാലൻസ് കിട്ടിയിട്ടുണ്ട്. ബാങ്ക് ബാലൻസ് നമുക്ക് പുതിയ കിട്ടിയിട്ടുണ്ട്. ദെൻ ഔട്ട്സ്റ്റാൻഡ് സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ കാണിക്കണം, അസറ്റ് സൈഡിൽ കാണിക്കണം. ദാറ്റ് ഈസ് അസറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ലാസ്റ്റ് ആണത് കാണിക്കുക. ഔട്ട്സ്റ്റാൻഡ് സബ്സ്ക്രിപ്ഷൻ 1800 നമ്മൾ കാണിച്ചു. ദെൻ നെക്സ്റ്റ് ഐറ്റം നോക്കി നോക്കൂ. ദാറ്റ് ഈസ് നെക്സ്റ്റ് ഐറ്റം വരുന്നത് സ്പോർട്സ് മെറ്റീരിയൽ ആണ്. അപ്പോൾ സ്പോർട്സ് മെറ്റീരിയൽ 35,000 അസറ്റാണ്. ഫസ്റ്റ് നമ്മൾ കാണിക്കുക എന്താണ്, അസറ്റ് സ്പോർട്സ് മെറ്റീരിയൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ സ്പോർട്സ് മെറ്റീരിയൽ 35,000. ദെൻ ഇവിടെ നമുക്ക് സ്പോർട്സ് മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. എത്ര ഇവിടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ നമുക്ക് സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത് ഒരു 6,000 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് സ്പോർട്സ് മെറ്റീരിയൽ, ദാറ്റ് ഈസ് ആഡ് പർച്ചേസ് ഡ്യൂറിങ് ദി ഇയർ 6,000. ദെൻ അതിന് ഡിപ്രിസിയേഷൻ കുറക്കുക. ഡിപ്രിസിയേഷൻ സ്പോർട്സ് മെറ്റീരിയലിന് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 4,000 ഓൺ സ്പോർട്സ് മെറ്റീരിയൽ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രിസിയേഷൻ കുറക്കണം. അപ്പോൾ സ്പോർട്സ് മെറ്റീരിയൽ 35,000, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ നമുക്ക് സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത് ഒരു എമൗണ്ട് തന്നിട്ടുണ്ട് 6,000. അപ്പോൾ അത് ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ നമുക്ക് 41,000 ആണ് എന്ത് വരുന്നത്, സ്പോർട്സ് മെറ്റീരിയൽ വരുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രിസിയേഷൻ കുറക്കണം. അപ്പോൾ ലെസ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 4,000 കുറച്ചിട്ട് ബാക്കി എമൗണ്ട് 37,000 നമ്മൾ ഔട്ടർ കോളത്തിൽ കാണിക്കുക. ദെൻ നെക്സ്റ്റ് ഐറ്റം ഫർണിച്ചറാണ്. ഫർണിച്ചർ വന്നിട്ട് 8,800 ആണ്. അതിന് നമ്മൾ ഡിപ്രിസിയേഷൻ കുറക്കണം. ദാറ്റ് ഈസ് ലെസ് ഡിപ്രിസിയേഷൻ 600. അപ്പോൾ 8,800 600 കുറക്കുമ്പോൾ 8,200 കിട്ടും. അത് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. ദെൻ നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് ₹15,000. അത് നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. അത് അതേപോലെ എടുത്ത് എഴുതുക. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ളതാണ്. അത് നമ്മൾ അതുപോലെ തന്നെ എടുത്തെഴുതിയാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്. അതായത് ക്ലോസിങ് ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്. ക്യാഷ് ബാലൻസ് 6,930, ബാങ്ക് ബാലൻസ് 8,000. അത് രണ്ടും നമ്മൾ അസറ്റ് സൈഡിലേക്ക് എടുത്തെഴുതുക. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ടോട്ടൽ ചെയ്യുക. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 76,930 കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ഐറ്റംസ് 4 ഐറ്റംസ് ഉണ്ട്. അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും കാണിക്കണം. ഓക്കെ, അങ്ങനെയെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതിയിട്ട് രണ്ട് സൈഡും ടാലി ചെയ്യുക. ഓക്കെ.